students. So we are here with the 7th class of marketing management. Okay, hope you all are very fine. In this COVID time, we know that is you are feeling uneasy with much of classes, lot of works to do, and I know you all are having some kind of issues, but we have to come up with all those struggles that will make our life beautiful. Okay, so I hope you all know now where we are in marketing, isn't it? Where we are? We are in the main topic of core marketing concepts. അല്ലേ, നമ്മൾ എവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്? കോർ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സിലാണ്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്? നീഡ്സ്, വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ്. ഓക്കെ, ആൻഡ് ദെൻ സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്, ആൻഡ് product offering and branding, marketing channels, that is communication channels, distribution channels and service channels. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കുള്ളത് കമ്മ്യൂണിക്കേഷൻ മീഡിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് കോർ കോൺസെപ്റ്റ്സ് മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് പ്രോഡക്റ്റ് വേണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ് തിങ്. സോ അതിന് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഒരു വ്യക്തിയിൽ നമ്മൾ നീഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ദ ഫോർമോസ്റ്റ് തിങ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും ക്ലാസ്സുകളിലൂടെ നമ്മൾ മാർക്കറ്റിംഗ് പഠിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്തായിരുന്നു? മാർക്കറ്റിംഗ് ചാനൽസോട് കൂടിയിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ചാനൽ, ഡിസ്ട്രിബ്യൂഷന് ഒരു ചാനൽ, അതേപോലെ തന്നെ സർവീസിനും ഒരു ചാനൽ. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്, അല്ലേ? സോ വാട്ട് വി ഹാവ് മാനുഫാക്ചർഡ് ദാറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി പബ്ലിക് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് വാട്ട് വി ഹാവ് മാനുഫാക്ചർഡ് ദാറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഹൗ യു ആർ ഗോയിങ് ടു ഡിസ്ട്രിബ്യൂട്ട് യുവർ പ്രോഡക്റ്റ്, വെദർ യു ആർ ഗോയിങ് ടു സെലക്ട് ദ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഓർ നോട്ട് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് ചാനൽ എന്ന് പറയുന്നത് സർവീസ് ചാനലാണ്. സർവീസ് ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലേസ്, മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ടുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, നമുക്ക് എക്സ്ചേഞ്ചിനായിട്ടുള്ള ബാങ്കിങ് സർവീസസ്, ആൻഡ് സംടൈംസ് ഇഫ് എനിത്തിങ് വിച്ച് ഈസ് അൺഎക്സ്പെക്റ്റഡ് ഇഫ് മേ ഹാപ്പൻ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാക്സിമം ഇൻഷുറൻസ് കമ്പനീസിന് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് ഫോർ എനി റിസ്കി തിങ്സ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർവീസ് ചാനലിലൂടെ നമ്മൾ പറഞ്ഞു ഇന്നലെ അവസാനിപ്പിച്ചത്. ആൻഡ് നൗ വി ആർ ഓൺ കമ്മ്യൂണിക്കേഷൻ മീഡിയ. ബോർഡിൽ കുറേ സാധനങ്ങൾ കാണാനുണ്ട്, അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മീഡിയനെ കുറിച്ച് പറയാനുണ്ട്, ഇംപ്രഷൻസ് ആൻഡ് എൻഗേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുണ്ട്, വാല്യൂ ആൻഡ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പറയാനുണ്ട്, സപ്ലൈ ചെയിൻ, കോമ്പറ്റീഷൻ, ആൻഡ് ദെൻ മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ്, ആൻഡ് ഫൈനലി ടു ദി മാർക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് യാത്ര ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ വിൽ ബിഗിൻ അവർ ജേർണി. കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ചാനലിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു, അല്ലേ? കമ്മ്യൂണിക്കേഷൻ ചാനൽ മീൻസ് യു ആർ ഡെലിവറിങ് ദ ഇൻഫർമേഷൻസ് അബൌട്ട് യുവർ പ്രോഡക്റ്റ് ടു ദി കൺസ്യൂമേഴ്സ് ഓർ ടു ദി പബ്ലിക്, isn't it? അല്ലേ? ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് വി ആർ ഗിവിങ് ദ പ്രോഡക്റ്റ് ഇൻഫോ ടു ദി പബ്ലിക്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ആർക്ക് കൊടുക്കുന്നു? നമ്മൾ നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ പബ്ലിക്കിന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്: പെയ്ഡ് മീഡിയ, ഓൺഡ് മീഡിയ ആൻഡ് ഏൺഡ് മീഡിയ. ഓക്കെ, 3 things are there: paid media, owned media and earned media. So what do you mean by paid media? It is very clear. പോയിന്റിൽ തന്നെ നമുക്ക്
അതിനുള്ള ആൻസർ ഉണ്ട്. വി ആർ പേയിങ് ഫോർ ഇറ്റ്. We are giving those informations to the public. For giving those informations, we are paying an amount. അല്ലേ, the company is paying an amount. കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോ പബ്ലിക്കിന് കൊടുക്കാനായിട്ട് they can select any media. They can select TV, or they can select radio, or they can use newspapers, magazines, print medias, brochures, etc. They can use it. Okay, for using those medias we have to pay, that is the company has to pay an amount for advertising. Okay, that is known as paid media. And the second one is owned media. Now most of the companies, not most, all the companies own their Facebook account, and also they have their own web pages, and they have their own brochures. So they maintain an online space also. That is known as owned media, and this company owns all those things. Okay, company has their own Facebook account, so in those account they can give more information about the product, like that. And then the third one is earned media. What is earned media? You have heard about paid media, okay, and this also owned media is also when ഞാൻ പറയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ, we would have heard about it. Each and every company, each and every organization now own their own web pages, websites. അതിലേക്ക് സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പനീനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, വാട്ട് ഇസ് ടു ബി നോൺ ബൈ ദി കസ്റ്റമർ, എവറിത്തിങ് ഈസ് ദെയർ എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഏൺഡ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏൺഡ് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഐ മീൻ we have given more advertisements and we have made much more influence on the customers to buy the product, and now it is the turn of the customer to react, to respond. Okay, so a customer when he or she is satisfied with the advertisement or with the product, that person will communicate to the other. Say for example, if you like one of the advertisement and if you are very well known about the product, you will share that advertisement to your friend or neighbor. You will share it off. Okay, so like that, voluntary communication or by using mouth marketing. I have told you in the beginning itself, when a person is satisfied or not, he is damn sure he will say it to the friends about using that particular product. If he is satisfied fully with the product, he will say a positive things about the product and also the company. That give a good impression. Second thing is, if a person is not satisfied also, he is sure to share the info with the other people, that is this product is not so good, it is not up to the satisfaction of a person, it is sure we will say it. Okay, so here earned media is when a person voluntarily communicate the product. The company never pays for it. The company never pays for it, but the satisfied customer will promote the product. That is known as earned media. അപ്പോൾ നമ്മൾ ഓരോ കമ്പനീസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഏൺഡ് മീഡിയയിലേക്കാണ്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് എല്ലാവരോടും പറയുന്നത്, അതൊരു നല്ല അഭിപ്രായം ആകാനായിട്ടാണ് ദ കമ്പനി എപ്പോഴും ശ്രമിക്കുന്നത്. Is that clear for you? Okay. And then the next point is impressions and engagement. What do you mean by impressions? ഒരു ഇംപ്രഷൻ ലെഫ്റ്റ് ഓവർ ചെയ്ത് പോവുക.
അല്ലേ? ദാറ്റ് ഈസ് വെൻ യു വാച്ച് എ ടി വി or when you watch anything on your screen, mobile screen or on a computer screen, the producer or the marketer can measure that how much it has been reached to the public. എത്ര കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സി ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെല്ലാവരും ഏകദേശം ഒരു ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടമൊക്കെ നമ്മൾ കഴിഞ്ഞു അല്ലേ? ഒരു ലോക്ക്ഡൗൺ നമ്മൾ വീട്ടിലിരുന്നതാണ്. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എന്താ പറയുക, ഒരു ചെറിയൊരു ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ലിമിറ്റേഷൻസ്, വി ഹാവ് സോ മെനി ലിമിറ്റേഷൻസ് അറ്റ് ദാറ്റ് ടൈം അല്ലേ? ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു സ്പേസ് യൂസ് ചെയ്തിട്ട് നല്ല രസകരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള പല ഫിലിമുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ദെൻ തിയേറ്റേഴ്സൊക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ആമസോൺ പ്രൈമിലൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്, നമ്മുടെ സിനിമകൾ മുഴുവൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള പരസ്യങ്ങളുണ്ടായിരുന്നു, ദ അഡ്വർടൈസ്മെൻറ്റ്സ്. ആൻഡ് നമ്മൾ എത്ര പേരത് ആ ഫിലിം വാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, ഇറ്റ് ലീവ്സ് ആൻ ഇംപ്രഷൻ. ഓക്കെ, നമ്മൾ എത്ര പേര് വാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ആർ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ്. ഹൗ മെനി ഓഫ് യു ആർ വാച്ചിങ്? വി ക്യാൻ സീ, വി ക്യാൻ മെഷർ ഇറ്റ് അല്ലേ? ഇത്ര വ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലത്തെ സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്. നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെ ക്ലാസ്സുകളിലേക്കാണ്. സോ ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദോസ് ക്ലാസ്സസ് വി നോ. And if the number of views are less, we are sure that most of the people are not watching their classes. അല്ലേ? നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി വാട്സാപ്പിൽ നമ്മളൊരു ഇൻഫർമേഷൻ ഇട്ടു, പീപ്പിൾ ആർ നോട്ട് റെസ്പോണ്ടിങ്, ബട്ട് യു ക്യാൻ മെഷർ ഹൗ മെനി ഓഫ് യു ഹാസ് വാച്ച്ഡ് ദാറ്റ് മെസ്സേജസ്. എത്ര പേര് ആ മെസ്സേജ് പ്ലേ ചെയ്ത് നോക്കി, എത്ര പേര് ആ മെസ്സേജ് വായിച്ചിട്ടുണ്ട് എന്നുള്ള നമുക്ക് ഇൻഫർമേഷൻ കൃത്യമായിട്ട് നമുക്ക് കിട്ടും അല്ലേ? ദോസ് തിങ്സ് ആർ നോൺ ആസ് ഇംപ്രഷൻസ്. ദാറ്റ് ഈസ് വൈൽ വ്യൂയിങ് എ കമ്മ്യൂണിക്കേഷൻ ഓൺ സ്ക്രീൻ ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ റീച്ച്. അപ്പോൾ എത്ര പേര് അത് വാച്ച് ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട്? ഹൗ മെനി ഓഫ് ദെം ഹാവ്? വി ക്യാൻ മെഷർ ഇറ്റ് വെരി ക്ലിയർലി. ദാറ്റ് ഈസ് നോൺ ആസ് ഇംപ്രഷൻസ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് engagement. That is how you are engaged with that communication. That is a measure. Customers' involvement with a communication and active responses from the customer. ഓക്കെ, അപ്പോൾ എത്രത്തോളം കസ്റ്റമേഴ്സ് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ആയിട്ടുണ്ട് ഒരു കാര്യത്തിൽ, അവർ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഷുവർ ദേ വിൽ ഷെയർ ഇറ്റ് ഓഫ് അല്ലേ? അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ചെറിയ രീതിയിലുള്ള റെസ്പോൺസ് 4 പേർക്ക് അത് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജസ് നമുക്ക് തോന്നാണ് ഇറ്റ് ഈസ് ബെനഫിറ്റ് ഫോർ അതേഴ്സ്. നമ്മളത് അയക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാവുമെന്ന് തോന്നി നമ്മളത് എന്ത് ചെയ്യണം? വി ആർ ഷെയറിങ് ഇറ്റ്. ഓ, അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ ഇത് ഷെയർ ചെയ്തിട്ട്. ദ അതർ പേഴ്സൺ ലുക്സ് യാ ഇറ്റ്സ് വെരി യൂസ്ഫുൾ, വി ക്യാൻ ഷെയർ ഇറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് എൻഗേജ്മെൻറ്റ്. ഹൗ യു ആർ ഇൻവോൾവ്ഡ് വിത്ത് ദി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ വരുന്നത് എന്താണ്? പെയ്ഡ് മീഡിയ, ഓൺഡ് മീഡിയ ആൻഡ് ഏൺഡ് മീഡിയ. ആൻഡ് ദെൻ നമുക്ക് വരുന്നത് അതിൽ തന്നെയാണ് ഇംപ്രഷൻസും എൻഗേജ്മെൻറ്റും. ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര പേരത് വാച്ച് ചെയ്തു, എത്ര പേർക്ക് നമുക്കിത് അയച്ചു കൊടുക്കാനായിട്ട് പറ്റി, ഹൗ ഫാർ വി ഹാവ് റീച്ച്ഡ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എൻഗേജ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
how the customers are involved with the communication, what are the responses, how do they react to those communication എന്നുള്ളതാണ് നമുക്ക് എൻഗേജ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയ്ക്കും ഉള്ളത് ക്ലിയർ ആയില്ലേ? സോ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ദാറ്റ് ഈസ് വാല്യൂ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് വാല്യൂ എന്ന് പറയുന്നത്? ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പ്രൈസാണോ? ആണോ? അല്ല. അത് മാത്രമല്ല, അല്ല, പ്രൈസ് ഉണ്ട്. നമ്മളൊരു സാധനത്തിന് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൗ മച്ച് വി ആർ പേയിങ് ഫോർ ഇറ്റ് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഓക്കെ. പ്രൈസും ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക, നമുക്ക് ഇൻവോൾവ് ചെയ്തിട്ടുള്ള വേറെ 2 കാര്യങ്ങളും കൂടെയുണ്ട്. എന്തൊക്കെയാണത്? കോമ്പിനേഷൻ ഓഫ് ക്വാളിറ്റി, സർവീസ് ആൻഡ് പ്രൈസ്. 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ സർവീസ്, ആൻഡ് ഓൾസോ ദ പ്രൈസ് യു പേ ഫോർ ദാറ്റ്, ദ ബെസ്റ്റ് പ്രൈസ്. ഞാൻ ഒരു ടി വി മേടിച്ചു, ദാറ്റ് വാസ് ദ ബെസ്റ്റ് പ്രൈസ്. അതിന് വന്നിട്ടുള്ള ഓഫറിൽ തന്നിട്ടുള്ള ബെസ്റ്റ് പ്രൈസിന് എനിക്ക് കിട്ടി, അല്ലേ? വി യൂസ് ടു സേ ദാറ്റ്. അല്ലെങ്കിൽ ഞാനൊരു എ സി മേടിച്ചു, അല്ലെങ്കിൽ ഞാനൊരു റെഫ്രിജറേറ്റർ മേടിച്ചു. അപ്പോൾ ഇതിന്ന് കിട്ടുന്ന നമ്മുടെ വാല്യൂ, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ സർവീസ്, ദ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്, ഓക്കെ, ഇറ്റ് എവറിത്തിങ് ലീഡ്സ് ടു വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്. ആൻഡ് ദ വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ് ലീഡ്സ് ടു വാട്ട്? സാറ്റിസ്ഫാക്ഷൻ, അല്ലേ? നമ്മുടെ യൂട്ടിലിറ്റിക്ക് ബേസ് ചെയ്തിട്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആ പ്രോഡക്റ്റിന് സാധിച്ചുവെന്നുണ്ടെങ്കിൽ വി ആർ എ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ. ഓക്കെ, സോ വാല്യൂ ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ വിത്ത് ദി സപ്ലൈ ചെയിൻ. എന്താണ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺസിസ്റ്റ് ഓഫ് ഓൾ പാർട്ടീസ് എൻഗേജ്ഡ് ഇൻ ഫുൾഫില്ലിങ് എ കസ്റ്റമേഴ്സ് ഓർഡർ. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ. ഇറ്റ് ജസ്റ്റ് ബിഗിൻസ് വിത്ത് ദി മാനുഫാക്ചറേഴ്സ് വെയർഹൗസ് ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ദി എൻഡ് കൺസ്യൂമർ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആ ചെയിനിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോരുത്തരും, പ്രൊഡ്യൂസറുണ്ട്, ഹോൾസെയിലറുണ്ട്, അതേപോലെ റീറ്റെയിലേഴ്സ് ഉണ്ട്, പല ഏജൻസുകാരുണ്ട്. ഇവരൊക്കെ ആർ ഡയറക്ട്ലി ആർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദി മാർക്കറ്റിംഗ്. ഓക്കെ, സോ ഇവരെല്ലാം ആ ഒരു കാര്യങ്ങളിൽ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്യാനായിട്ട്, കസ്റ്റമറിൻ്റെ ഒരു ആഗ്രഹം, ഒരു ആവശ്യം ഫുൾഫിൽ ചെയ്യാനായിട്ട് ദോസ് പീപ്പിൾസ് ഓർ ദോസ് പാർട്ടീസ് ആർ എൻഗേജ്ഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻസ് എൻഗേജ്ഡ് ഫ്രം ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ ടു ഡെലിവറി ടു കസ്റ്റമേഴ്സ്. ദ സെയിം തിങ്. അതായത് ഒരു മാനുഫാക്ചറർ ആൻഡ് വൺ കൺസ്യൂമർ, ഇവർ 2 പേരും, നമ്മൾ എത്ര ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാലും ഇവർ 2 പേര് മാത്രമല്ല അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അതിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്ന എത്രയോ പേരുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് മേടിക്കുന്ന പാർട്ടികൾ തൊട്ട് അതിലുണ്ടായിരിക്കാം. ഓക്കെ, സപ്ലയേഴ്സ് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ അവിടെ അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ചങ്ങലയിൽ അല്ലെങ്കിൽ ഈ ഒരു ചെയിൻ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റിയും ദോസ് ആർ നോൺ ആസ് ദ നെറ്റ്വർക്ക് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ് അവിടെ ഓർഗനൈസേഷൻസ് വരുന്നത്? എൻഗേജ്ഡ് ഫ്രം ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ. ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലേ? അത്രയും കാര്യങ്ങൾ തൊട്ട് ഫൈനലി ആ പ്രോഡക്റ്റ് നമ്മുടെ എൻഡ് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ ദി സപ്ലൈ ചെയിൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദെൻ ദ മെയിൻ തിങ് ഈസ് കോമ്പറ്റീഷൻ. വാട്ട് ഈസ് കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ സിമിലർ പ്രോഡക്റ്റ്
is manufactured and entered into the market by the rival producers. Okay, നമ്മുടെ rival people, നമ്മുടെ എതിരാളികൾ, അവരാണ് നമ്മളുണ്ടാക്കുന്നത് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് they are bringing into the market and now they are the competitors of our company. Okay, so the most biggest problem faced by each and every company is the competition. How we are going to face the competition? How you are going to choose, or how do people choose your product? So for that, what steps you are going to take, what adjustment you are going to make? അല്ലേ, നമുക്ക് ബ്രാൻഡ് അവയർനെസ് ഇൻക്രീസ് ചെയ്യണോ, നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് കൂടുതലായിട്ട് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ബ്രാൻഡിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഇന്നലെ പറഞ്ഞ പോലെ പൊസിഷനിങ്, ടാർഗറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടോ? ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? കോമ്പറ്റീഷൻ്റെ ഭാഗമാണ്. ഹൗ വി ആർ ഗോയിങ് ടു വിൻ യുവർ റൈവൽ പ്രൊഡ്യൂസർ എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ മാർക്കറ്റിൽ നിന്ന് ഇല്ലാതാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? അതല്ലാന്നുണ്ടെങ്കിൽ അവരും നമ്മളുമായിട്ടുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, അതാണ് വേണ്ടത്. നമ്മൾ മാത്രമല്ല മാർക്കറ്റിൽ, നമ്മൾ മാത്രമേ മാർക്കറ്റിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയും നമ്മൾ മാറ്റിവെക്കാം. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല പ്രോഡക്റ്റ് നല്ല പ്രൈസിന് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. അതിനേക്കാളും അല്ലെങ്കിൽ അതേപോലത്തെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും എത്തിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ഹൗ ഡു പീപ്പിൾ പ്രിഫർ യുവർ പ്രോഡക്റ്റ്? ദാറ്റ് ഈസ് യുവർ സ്പെഷ്യാലിറ്റി അല്ലേ? അതാണ് നമുക്ക് കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം. വാട്ട് മേക്സ് യുവർ പ്രോഡക്റ്റ് ദ ബെസ്റ്റ്? വാട്ട് മേക്സ് യുവർ റൈവൽ പ്രോഡക്റ്റ് ദ ബെസ്റ്റ്? അതിന് രണ്ടത്തിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞ സ്വീറ്റ് സോൺ എന്ന് പറയുന്ന കാര്യം, വിച്ച് ഈസ് ഐഡിയൽ പ്ലേസ് where you can satisfy your customer. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് വി ക്യാൻ മേക്ക് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടേക്കാണ് എത്തുന്നത്? മാർക്കറ്റിലേക്കാണ് എത്തുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിന് തീർച്ചയായിട്ടും ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കും, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. എന്താണ് മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ? The main two things are task environment and broad environment. Task environment എന്ന് പറയുമ്പോൾ അത് ഇൻറ്റേർണൽ ആവാം, ബ്രോഡ് എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേർണൽ ആവാം. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സപ്ലയർ ആവാം, റോ മെറ്റീരിയൽസിൻ്റെ സപ്ലയർ ആവാം, നമുക്ക് ഇൻറ്റേർണലി വരുന്ന ഇഷ്യൂസ് ആവാം, കമ്പനീസ് ആവാം, സ്കിൽഡ് പേഴ്സൺസ് ആവാം, ടെക്നോളജി ആയിരിക്കാം, ഇതൊക്കെ ഇൻറ്റേർണലാണ്. These are known as task environment. Broad environment എന്ന് പറയുമ്പോൾ ഡെമോഗ്രാഫിക് വരാം, സൈക്കോഗ്രാഫിക് വരാം, പൊളിറ്റിക്കൽ ലീഗൽ ഇഷ്യൂസ് വരാം. That is outside the company, outside if anything happens, the organization. That comes under broad environment. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ക്ലിയർ ആയില്ലേ മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ് എന്താണ്, അതേപോലെ തന്നെ ടാസ്ക് എൻവയൺമെൻറ്റ് എന്താണ്, ബ്രോഡ് എൻവയൺമെൻറ്റ് എന്താണ്. മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിനായിട്ടുള്ള ഒരു ചെറിയൊരു അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ആൻഡ് ദെൻ അതിൽ വരുന്ന രണ്ട് ടൈപ്സാണ് ടാസ്ക് എൻവയൺമെൻറ്റും ബ്രോഡ് എൻവയൺമെൻറ്റും. ടാസ്ക് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് ആൻഡ് ബ്രോഡ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റ്. സോ ഇതിൽ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ വേറെ രണ്ട് ചെറിയ കാര്യങ്ങളും കൂടി തന്നിട്ടുണ്ട്, മൈക്രോ എൻവയൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയൺമെൻറ്റ്. ഓക്കെ, മൈക്രോ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒന്നും കൂടിയും നമ്മൾ ചെറുതായി നമ്മുടെ ഓർഗനൈസേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളായിട്ട് മാറുന്നതാണ് മൈക്രോ. മാക്രോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെമോഗ്രാഫിക്, എക്കണോമിക്, നാച്ചുറൽ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള കംപ്ലീറ്റ്. ദറ്റ് ഈസ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇൻറ്റേർണൽ വരുമ്പോൾ മൈക്രോ ആയിട്ട് വരും, എക്സ്റ്റേർണൽ വരുമ്പോൾ മാക്രോ ആയിട്ട് വരും. ഇത് തന്നെയാണ് ഇൻ അതർ ടേംസ് ദേ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഫൈനലി നമ്മൾ കോർ കോൺസെപ്റ്റ്സ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്
എൻവയൺമെൻറ്റ്, മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ് ആണ്. ഇനി ഫൈനലി വി ആർ ഗോയിങ് ടു ലാൻഡ് എവിടെയാണ്? വി ആർ ഗോയിങ് ടു ലാൻഡ് ഇൻ ദി മാർക്കറ്റ് അല്ലേ, വേർ വി ക്യാൻ സീ ഓൾ ദോസ് പ്രോഡക്ട്സ്. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിൽ നമുക്കൊരു ഫിക്സ്ഡ് പ്ലേസ് ഉണ്ട്. വി ഹാവ് ദാറ്റ് മച്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ഓവർ ദേ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിങ്ങിനെ പറ്റി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ബയർ, സെല്ലർ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് മീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് വി ആർ പ്രൊവൈഡിങ്. അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എന്ന് പറയുന്ന വേർഡ് ഏതിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്? ലാറ്റിൻ വേർഡ് മാർക്കറ്റേഴ്സ്. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? മെർച്ചൻഡൈസ്. അതല്ലാന്നുണ്ടെങ്കിൽ എ പ്ലേസ് ഓഫ് ബിസിനസ്. മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോഡക്റ്റ്. ഓക്കെ, അതിനെ പറ്റിയ ഒരു പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മൾ ഒരു സാധനങ്ങൾ വിൽക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ്. ഓക്കെ, ഇൻ കോമൺ യൂസേജ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർട്ടൻ പ്ലേസ് വേ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ഈച്ച് അതർ for buying and selling of goods. Market consists of a group of persons who demand certain goods and services. So ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫിക്സ്ഡ് പ്ലേസ് where buyers and sellers meet together to satisfy their needs, wants and desires. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ബയറും സെല്ലറും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് മാർക്കറ്റ്. ഇനി നമുക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. ഒരു 3 ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. സോ വിച്ച് എവർ ഇസ് suitable for you to study, നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഡെഫിനേഷൻ ഒരെണ്ണം പഠിക്കുക. ഡിഫൈൻ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 3 ഡെഫിനേഷൻ എവിടെയുണ്ട്? 3ഉം ഞാൻ പറയാം എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. എ മാർക്കറ്റ് മീൻസ് എനി ബോഡി ഓഫ് പേഴ്സൺസ് ഹു ആർ intimate business relations and carry on extensive transactions in any commodity. അതായത് എവിടെയാണോ പേഴ്സൺസ് ആർ ഇൻറ്റിമേറ്റ്, who are in intimate business relations. Business എന്ന് പറയുമ്പോൾ some kind of transactions is taking place. That may be buying and selling എന്നുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ എ മാർക്കറ്റ് മീൻസ് കമ്മിങ് ടുഗെദർ ഓഫ് ഓഫേഴ്സ് ആൻഡ് ഡിമാൻഡ് ഫോർ എക്കണോമിക് ഗുഡ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഒരു പേഴ്സൺ ഓഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റൊരു പേഴ്സൺ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് നടത്താം. ദറ്റ് ഈസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു ബേസിസിലെങ്കിലും നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഫിലിപ്പ് കോട്ട്ലർ പറയുന്ന അനദർ ഡെഫിനേഷൻ, എ മാർക്കറ്റ് ഈസ് ആൻ ഏരിയ ഫോർ പൊട്ടൻഷ്യൽ എക്സ്ചേഞ്ചസ്. ദറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ നെഗോഷിയേറ്റിംഗ് ഇൻ ടേംസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഡെഫിനേഷനിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ആൻ ഏരിയ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ പൊട്ടൻഷ്യൽ എക്സ്ചേഞ്ചസ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ പൊട്ടൻഷ്യൽ എക്സ്ചേഞ്ചസ്. ദാറ്റ് ഈസ് ഫോർ സം പ്രൈസ് എ കമോഡിറ്റി ഇസ് എക്സ്ചേഞ്ച്ഡ് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് അവിടെ വരുന്നത് ആരാണ്? എ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ നെഗോഷിയേറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവർ പറയുന്ന പ്രൈസിന് നമുക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മളൊരു പ്രൈസ് നമ്മൾ പറയും, ബയേഴ്സ് ഒരു പ്രൈസ് പറയും. ചിലപ്പോൾ അതിലേക്ക് അവർ നെഗോഷിയേറ്റ് ചെയ്ത് വരേണ്ടി വരും. ചിലപ്പോൾ അവർ പറയുന്ന പ്രൈസിന് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. സോ സം കൈൻഡ് ഓഫ് നെഗോഷിയേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഓവർ ദേ. ആൻഡ് ഫൈനലി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇസ് ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, അല്ലെങ്കിൽ ഫൈനലി ഒരു എക്സ്ചേഞ്ച്, പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഇസ് ടേക്കിംഗ് പ്ലേസ്. അതാണ് ഈ ഡെഫിനേഷൻ വളരെ ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, സോ വിച്ച് ഡെഫിനേഷൻ ഇഫ് യു വാണ്ട് ടു ലേൺ യു ക്യാൻ ലേൺ. ക്ലിയർ? ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിൽ എന്താണ്? നമുക്ക് മാർക്കറ്റ് മീൻ ചെയ്തൊരു പെർട്ടിക്കുലർ പ്ലേസ്, നമുക്കൊരു പെർട്ടിക്കുലർ പ്ലേസ് ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഏതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? ഇ കോമേഴ്സ്, എം കോമേഴ്സ്, അതിലേക്കൊക്കെ കുറച്ചുകൂടി വൈഡൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഫോണായിരിക്കാം നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ കമ്പ്യൂട്ടർ ആയിരിക്കാം നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ TV ആയിരിക്കാം നമ്മുടെ മാർക്കറ്റ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ലൈക്ക് ദാറ്റ്.
അപ്പം ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ പർട്ടിക്കുലർ പ്ലേസിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ദാറ്റ് മീൻസ് ഓൺലൈൻ ആയിരിക്കാം എന്നുള്ളതാണ്. ദ കോൺടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ക്യാൻ ബി എയ്തർ ഇൻ പേഴ്സൺ ഓർ ത്രൂ ഏജൻറ്റ്സ് ബൈ എനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് തന്നെ മീറ്റ് ചെയ്യണമെന്നില്ല, അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഏജൻറ്റ്സ് വന്ന് മീറ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഏജൻറ്റ്സ് വന്ന് കാര്യങ്ങൾ നടത്തിയാലും മതി. അതേപോലെ തന്നെ ത്രൂ എനി കമ്മ്യൂണിക്കേഷൻ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ദ കോൺടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മസ്റ്റ് ബി ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി, ആൻഡ് ദെൻ ദർ മസ്റ്റ് ബി ഫ്രീ ഇൻറ്റർകോഴ്സ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് sellers, and there must be transfer of possession and ownership of the product from producer to the consumer. അപ്പോൾ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഫ്രീ ഇൻറ്റർകോഴ്സ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ ഉണ്ടായിരിക്കണം. ദർ മസ്റ്റ് ബി ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ ഗുഡ്സ് കൊടുക്കണം. പിന്നെ ഗുഡ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ മേടിച്ചത് ആ വ്യക്തിയായിരിക്കും അതിൻ്റെ ഓണർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പ്രൊസസ്സ് ചെയ്യാനുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നാൽ മാത്രമാണ് അവിടെ എന്തുണ്ടാവുള്ളൂ, മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്ലേസ്. അതേപോലെ തന്നെ അവിടെ ബയറും സെല്ലർ ഉണ്ടാവണം, അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കണം, എക്സ്ചേഞ്ച് ഓഫ് പൊസിഷൻ, അതേപോലെ തന്നെ ഓണർഷിപ്പ് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായാൽ മാത്രമാണ് നമുക്കതിന് ഒരു ട്രാൻസാക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് പ്ലേസ് ആണ് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയിൽ നമുക്ക് വരുന്നത്, അല്ലേ? ഫിക്സ്ഡ് പ്ലേസ് ഉണ്ടായിരിക്കണം, ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കണം, ഫിസിക്കൽ പ്രസൻസ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവണമെന്നില്ല, അവർ തന്നെ വന്ന് ബയർ തന്നെ വന്ന് മേടിക്കണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏജൻസിനെ വിടാവുന്നതാണ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഓൾസോ, നമുക്ക് ഇന്ന സാധനം വേണം എന്നുള്ള രീതിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മീഡിയ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് പ്ലേസ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കുറച്ച് കാലഘട്ടം മുമ്പ് വരിക്കും നമുക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സ്ഡ് പ്ലേസ്, വി വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്, അല്ലേ? ഫിഷ് മാർക്കറ്റ് ഉണ്ട്, മീറ്റ് മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, ബസാറുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? യു ആർ ഹാവിങ് എ ഫിക്സ്ഡ് പ്ലേസ് ഫോർ ദാറ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എം-കൊമേഴ്സും ഇ-കൊമേഴ്സും ഒക്കെ വന്നോട് കൂടിയിട്ട് കുറച്ചും കൂടിയും ദ മാർക്കറ്റ് ഹാസ് ബീൻ വൈഡൻഡ് ആൻഡ് where do we stand? ദാറ്റ് ഈസ് നോൺ ആസ് ഓൾസോ എ മാർക്കറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇന്ന് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ മൊബൈൽ ഫോൺസ് ആയിരിക്കാം, ചിലപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കാം. അപ്പം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലം ഇപ്പോൾ എന്തായി മാറിക്കഴിഞ്ഞു, മാർക്കറ്റായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാം. ഇതാണ് മെയിനായിട്ട് ദ കോർ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന മാർക്കറ്റിങ്ങിൻ്റെ കോർ കോൺസെപ്റ്റ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ ഐ ഗിവ് യു ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി. കോർ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സിൽ വരുന്നത് നീഡ്സ്, വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ്. സെക്കൻഡ് തിങ് is segmentation, targeting and positioning. And third thing is product offering and branding. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മൾ അതിൻ്റേതായ ഒരു പേരും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ബ്രാൻഡിങ്. ആൻഡ് ദെൻ മാർക്കറ്റിംഗ് ചാനൽസ്. മാർക്കറ്റിംഗ് ചാനൽസ് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, സർവീസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയ ആണ്. അതിനാണ് നമ്മൾ പറഞ്ഞത് പെയ്ഡ് ഉണ്ട്, ഓൺഡ് ഉണ്ട്, ഏൺഡ് മീഡിയ ഉണ്ട്. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ ഈസ് ഇംപ്രഷൻസ് ആൻഡ് എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നമ്മൾ കാണുന്നുണ്ട് ഓരോ പരസ്യങ്ങളും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എത്ര പേരത് വ്യൂ ചെയ്യുന്നുണ്ട്, ദാറ്റ് വി ക്യാൻ മെഷർ എന്നുള്ളതാണ്. അതേപോലെ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പാർട്ടിസിപ്പൻസ് ആണ് അല്ലെങ്കിൽ എത്ര കസ്റ്റമേഴ്സാണ് അതിൽ റിയലി ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്, ഹൗ ഡു ദേ റെസ്പോണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ദെൻ ഈസ് വാല്യൂ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ വാല്യൂ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ വരുന്നത് എന്താണ്? വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് ക്വാളിറ്റി, സർവീസ് ആൻഡ് പ്രൈസ്. അത് മൂന്നും കൂടി ചേരുമ്പോഴാണ് അതിന് വാല്യൂ വരുന്നത്. ആ വാല്യൂ ഏതിലേക്ക് എത്തിക്കും? നമ്മളെ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കും. ഓക്കെ, ആൻഡ് ദെൻ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ
എവിടെയാണോ ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ തൊട്ട് ഫൈനൽ എൻഡ് കൺസ്യൂമറിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് വരെയും ഉള്ള പേഴ്സൺസ് ഓർ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് ഇസ് നോൺ ആസ് സപ്ലൈ ചെയിൻ. ആൻഡ് ദെൻ ഇസ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ റെഫേഴ്സ് ടു ഓഫേഴ്സ് ഓഫ് സിമിലർ പ്രോഡക്ട്സ് ബൈ റൈവൽ പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പോലത്തെ തന്നെ അതുപോലത്തെ തന്നെ ദ സെയിം പ്രോഡക്റ്റ് തന്നെ അല്ലെങ്കിൽ സിമിലർ പ്രോഡക്റ്റ് തന്നെ നമ്മുടെ റൈവൽ പ്രൊഡ്യൂസേഴ്സ് മാനുഫാക്ചർ ചെയ്ത് എത്തിക്കുന്നതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഹൗ ഡു വി ഫേസ് ഇറ്റ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇസ് മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ്. അതിൽ വരുന്നത് ഇൻറ്റേർണലും എക്സ്റ്റേർണലും, അതല്ലാന്നുണ്ടെങ്കിൽ ടാസ്ക് എൻവയൺമെൻറ്റും ബ്രോഡ് എൻവയൺമെൻറ്റും. ടാസ്ക് എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബ്രോഡ് എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഗോസ് ബിയോണ്ട് ഇറ്റ്. ആൻഡ് ദെൻ ഫൈനലി വി ലാൻഡ് ടു ദി മാർക്കറ്റ്. അപ്പോൾ ബാക്കിയെല്ലാം ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ എവിടേക്കാണ് എത്തിച്ചേരുന്നത്? മാർക്കറ്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആണ്, ഒരു ഫിക്സ്ഡ് പ്ലേസ് ആണ്. അവിടെ ആരൊക്കെയാണ് അവിടെ എത്തിച്ചേരുന്നത്? ദ ബയർ ആൻഡ് സെല്ലർ മീറ്റ് ടുഗെദർ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, പൊസഷൻ ഓഫ് ഗുഡ്സ്, ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നാലാണ് അതൊരു ട്രാൻസാക്ഷനായിട്ടത് മാറുള്ളൂ. Okay, so hope you don't have any doubt with the core marketing concepts. Clear? Okay. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ന്യൂ മോഡേൺ റിയാലിറ്റീസ്. ന്യൂ മോഡേൺ മാർക്കറ്റിംഗ് എന്താണ്? ഓക്കെ, നമ്മൾ ഫേസ് ചെയ്യുന്ന റിയാലിറ്റീസ് എന്താണ്? Another interesting part. Okay, we'll see in the next class. Thank you.